ഡൊണാൾഡ് ട്രംപ് ഇന്നൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇന്ത്യ ഉൽപ്പന്നങ്ങളുടെ മേൽ 25% തീരുവ കൂടുതൽ ഏർപ്പെടുത്തും. ഇടയ്ക്കിടയ്ക്ക് ഈ ട്രംപ് ഇങ്ങനെ വട്ട് പരിപാടികൾ പറയും. ഒരു പ്രാവശ്യം പറഞ്ഞു പാകിസ്ഥാനും നമ്മളുമായിട്ടുള്ള അടി തീർത്തത് പാകിസ്ഥാൻ നമ്മളുമായിട്ടല്ല, ശരിക്കും ഭീകരവാദ തല്ല് പഹൽഗാമിലെ ഭീകരവാദത്തിൻ്റെ ഭാഗമായി നമ്മൾ പാകിസ്ഥാനിൽ കയറി ഭീകരവാദി താവളങ്ങളൊക്കെ തകർത്തപ്പോൾ അത് തീർത്തത് ഒത്തീർപ്പാക്കിയത് ട്രംപാണെന്ന് പറഞ്ഞു. പിന്നെ ഈ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ നമ്മൾ എൻ്റെ പൊപ്പയ്ക്ക് ആന ഉണ്ടായിരുന്നു എഴുതിയ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്ന പോലെ നാട്ടിലേത് പ്രസവം ഉണ്ടായാലും നമ്മളാണ് എൻ്റെ കാര്യമെന്ന് പറയുകയും ഒരിക്കൽ ഒരു ആട് പ്രസവിച്ചപ്പോൾ അത് ചെന്ന് പറഞ്ഞ് പിന്നെ ഒരു ആടിൻ്റെ പേര് പറഞ്ഞപ്പോൾ അത് സ്ത്രീയുടെ പേരായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ആട് പ്രസവിച്ച സ്ത്രീ ഇന്ന പേര് ഉള്ള ആൾ പ്രസവിച്ചെന്ന്. അപ്പോൾ അത് നമ്മൾ തന്നെ അതിൻ്റെ ആളെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് ആടാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ കഥയുണ്ട്. ഈ ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊരു ഭ്രാന്ത് പോലെയാണ്. നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കരുത് തീരുമാനിക്കുന്ന ആരാണ്? ട്രംപാണ്. ഇവിടെ ഇതൊക്കെ തീരുമാനിക്കാൻ ഒരു പ്രധാനമന്ത്രിയുണ്ട്, നമുക്കൊരു നല്ല വിദേശകാര്യമന്ത്രി ജയശങ്കറിനെ പോലുള്ള വിവരമുള്ള നല്ലൊരു സിവിൽ സർവീസിൽ നിന്നൊക്കെ വന്നിട്ടുള്ള നല്ലൊരു വിദേശകാര്യമന്ത്രിയുണ്ട്. നമുക്ക് സംവിധാനങ്ങളുള്ള രാജ്യമാണ്, പഴയ ഇന്ത്യ അല്ല. നമ്മൾ കോവിഡിന് മരുന്ന് കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ ആയുധങ്ങൾ ഇപ്പോൾ നിർമ്മിക്കുന്നു. ലോകത്തിൽ നിരവധി രാജ്യങ്ങൾ വന്ന് നമ്മളെ ബ്രഹ്മോസുമായിട്ടൊക്കെ കരാറുണ്ടാക്കി ധാരാളം രാജ്യങ്ങളാണ് നമ്മളിന്നിപ്പോൾ ആയുധം വാങ്ങുന്നത്. ആയുധം വിൽക്കണമെന്നല്ല ഞാൻ, പക്ഷേ അത് വാങ്ങുന്നു. അതുപോലെ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടാക്കുന്നു, ഹൈഡ്രജൻ ട്രെയിൻ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തിയായി GDP-യിൽ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി വളരാൻ നമ്മൾ നിൽക്കുമ്പോഴാണ് ഈ ട്രംപ് ഇങ്ങനെ ഓലപ്പാമ്പും കാണിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ UK-യുമായിട്ടൊരു കരാറുണ്ടാക്കി. UK ആയിട്ടുണ്ടാക്കിയ കരാർ എന്താ? നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ 99% അവരെന്ത് ഒഴിവാക്കി, തീരുവ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ഏകദേശം 100% തന്നെ തീരുവയില്ലാത്ത രീതിയിലേക്ക് അവർ ടാക്സ് നിന്ന് വാങ്ങുന്ന പോലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ വാങ്ങാം, അവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഇവിടെ 90% കൂടുതൽ ടാക്സ് കുറച്ചുകൊണ്ട് ഇവിടെ വാങ്ങാം. അപ്പോൾ നല്ല രീതിയിലുള്ള വ്യാപാര കരാറുകൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് UK-യുമായിട്ടൊക്കെ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ട്രംപ് ഇങ്ങനെ വന്ന് ഓരോ രാജ്യങ്ങൾക്കെതിരെ, ചൈനയ്ക്കെതിരെ ഉപരോധം പറയുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി പാകിസ്ഥാന് ഒരു സപ്പോർട്ട് പറയുന്നു, പാകിസ്ഥാനുമായിട്ട് ചില കരാറുകൾ വയ്ക്കുന്നു. നേരത്തെ പാകിസ്ഥാന് ചില സാമ്പത്തിക സഹായം കൊടുക്കുന്നു. IMF-നെ കൊണ്ട് കുറേ സാമ്പത്തിക സഹായം കൊടുപ്പിച്ചു. 2 പ്രാവശ്യം IMF-നെ കൊണ്ട്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണയ നിധിയെ കൊണ്ട് 2 പ്രാവശ്യമാണ് ഈ ബഹളത്തിൻ്റെ ഇടയിൽ പാകിസ്ഥാന് പൈസ കൊടുപ്പിച്ചത്. അങ്ങനെ ട്രംപിനെ കൊണ്ട് പറ്റുന്ന തോന്നിയവാസങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോഴും ഇന്ത്യ അത് മൈൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ഇവിടുത്തെ പ്രതിപക്ഷം പറയുന്നത് എന്താണ്? രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണ്? നമ്മൾ ട്രംപിന് എന്തോ അടിമപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അങ്ങനല്ല, ഇന്ത്യയുടെ തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ട്രംപിൻ്റെ അടുത്ത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞപ്പോൾ 10-25 രാജ്യങ്ങൾക്ക് റഷ്യ എണ്ണ കൊടുക്കുന്നുണ്ട്. അതിലേറ്റവും വില കുറച്ച് എണ്ണ തരുന്നത് റഷ്യയാണ്. പിന്നെ UAE പോലുള്ള രാജ്യങ്ങളാണ്, ഇറാൻ, ഇറാഖ്, പിന്നെ UAE രാജ്യങ്ങളാണ്. അപ്പോൾ ആ എണ്ണ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ എണ്ണ വാങ്ങിയാൽ നിങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തും. എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എല്ലാ രാജ്യങ്ങളിലും ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ ഇന്ത്യ പറഞ്ഞ് പോയി പണി നോക്കാൻ പറഞ്ഞു. നമ്മളെ കാര്യം നോക്കാൻ അറിയാം. അത്തരത്തിൽ വളരെ ഗൗരവമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോഴാണ് ഇന്നതാ പുതിയ വാർത്ത വരുന്നു. 25% തീരുവ കൂട്ടിയിരിക്കുന്നു. നമ്മളെ ഞെക്കാനും ഞെരുക്കാനുമാണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ അങ്ങനെ ഞെങ്ങുകയോ ഞെരുങ്ങുകയില്ല. ഒരു അമേരിക്ക നമ്മളിലെ വാതിലടയ്ക്കുമ്പോൾ 100 കണക്കിന് രാജ്യങ്ങളാണ് ഇന്ത്യയുമായി വ്യാപാര കരാറുകളിലും അതുപോലെ തന്നെ ആയുധ കരാറുകളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ വളരെ വലിയ തോതിലാണ് ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇപ്പോൾ പേരെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി വരുന്നതിന് മുമ്പ് തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേട്ടിരുന്നൊരു കാര്യമാണ്. 2025 എൻ്റെ ഒരു 80-കൾ 90-കളാകുമ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ് 2025 ഭാരതം വലിയ ശക്തിയാകും ലോകത്തിലെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതിനനുഗുണമായ നയങ്ങളും കർമ്മപരിപാടികളും ഒക്കെ രാജ്യത്ത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും GDP-യുടെ മുന്നിൽ നമ്മൾ മുന്നോട്ട് പോയി. അതുപോലെ വികസന പദ്ധതികളുടെ കാര്യത്തിൽ ലോകത്തിന് മാതൃകയാകുന്ന രീതിയിൽ ഒരു ദരിദ്ര രാഷ്ട്രം, ഒരു അവികസിത രാജ്യം വികസ്വര രാജ്യത്തിലേക്ക് മാറി അവിടെ നിന്ന് വികസിത രാജ്യത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് കാണുന്നത്. അപ്പോഴും നമ്മുടെ നമ്മുടെ ട്രംപ് അവിടെ ഇരുന്നു കൊണ്ട് ഓരോ ഉഡായിപ്പുകൾ കാണിച്ചു കൂട്ടുന്നുണ്ട്. എന്തായാലും ഇന്ത്യ അത് മൈൻഡ് ചെയ്യുന്നില്ല. ഇന്ത്യ സർവ്വശക്തി ഉപയോഗിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ യോഗ അന്താരാഷ്ട്ര തലത്തിലേക്ക് കൊണ്ടുപോയി. നമുക്ക് UN ഐക്യരാഷ്ട്രസഭയിൽ ജനറൽ അസംബ്ലിയിലും ഐക്യരാഷ്ട്രസഭയിലും സ്ഥിരം മെമ്പർഷിപ്പ് തരണം എന്നുള്ള നിലയിലേക്ക് നമ്മൾ പോകുന്നു. G20 രാജ്യങ്ങൾ നമ്മുടെ വലിയ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ രാജ്യങ്ങളുമായിട്ടും വലിയ ആയുധ കരാറും വ്യാപാര കരാറും സൗഹൃദവും നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ഇറാനിൽ കുടുങ്ങിപ്പോയ മുസ്ലിങ്ങളെ നമുക്ക് യാതൊരു പോറലും ഏൽക്കാതെ ഇന്ത്യയിൽ എത്തിക്കാൻ കഴിഞ്ഞു. അതൊക്കെ നമുക്ക് സാർവദേശീയ തലത്തിൽ കിട്ടുന്ന അംഗീകാരമാണ്. അതുപോലെ തന്നെ 10-32 രാജ്യങ്ങളിലേക്ക് 10-59 രാജ്യങ്ങളിലേക്കായിട്ട് 32ഓളം പ്രതിനിധികൾ ഇവിടെ നിന്ന് പോയി. തിരിച്ച് 32 രാജ്യങ്ങളിലേക്ക് 59ഓളം പ്രതിനിധികൾ പോയി, ശശി തരൂർ അടക്കം. അപ്പം ആ രീതിയിൽ നമ്മൾ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചാൽ
നരേന്ദ്ര മോഡിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിനകത്ത് ഒരു രാഷ്ട്രീയം പറയുന്നതല്ല. ട്രംപ് പറയുന്നതിനകത്തൊരു ന്യായവുമില്ല. അദ്ദേഹം കാണിക്കുന്ന കളികൾ നല്ലതുമല്ല. എന്തായാലും തീരുവ കൂട്ടി എന്ന് വിചാരിച്ച് ആ ഉമ്മാക്കി കാണിച്ച് ഇന്ത്യയെ പേടിപ്പിക്കാൻ കഴിയില്ല. ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യയിലും തനത് സമ്പദ്ഘടന ഉയർത്തുന്നതിനുള്ള നൂറുകണക്കിന് പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സാഹചര്യത്തിലും അമേരിക്കയുടെ ഈ വിലപേശൽ നയം ഈ രാജ്യത്ത് വിലപ്പോവില്ല എന്നുള്ളതാണ് നാം ലോകത്തിൻ്റെ മുന്നിൽ നൽകുന്ന വലിയ സന്ദേശം. ആ സന്ദേശത്തിലൂടെ ലോകത്തിന് തന്നെ അമേരിക്ക വിറപ്പിക്കുന്ന രാജ്യങ്ങൾക്ക് തന്നെ, അല്ലെ അമേരിക്ക പേടിപ്പെടുത്തുന്ന രാജ്യങ്ങൾക്കും നാം ഊർജം കൊടുക്കുകയാണ്.